അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾക്ക് വേണ്ട നമ്മളെ നമ്മൾ ജനറേറ്റ് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാണ്. നമുക്കൊരു ലോട്ടറി വിൻ ചെയ്യുന്ന ആൾക്കാർ, അവന് ലോട്ടറി അടിച്ചു എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഓക്കെ, അത് ഉറങ്ങി എണീക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ അറിയുന്നു ഒന്നും ചെയ്തില്ല, പെട്ടെന്നാണ്. പക്ഷെ ഇവൻ എവിടുന്നാണ് ഈ ഭാഗ്യം വന്നിട്ടുള്ളത്? സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു അടിമയായിട്ട് വേണമെങ്കിലും നമുക്ക് കാണാം. അത് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് ചെയ്യും. നമ്മൾ കടം എന്ന് പറഞ്ഞാൽ അത് കടം ഉണ്ടാക്കും, അട്രാക്ട് ചെയ്ത്. നമ്മൾ ഈ ആദ്യത്തെ 5 പടികൾ നമ്മളുടെ 5 സെൻസസ് അതിനെ ഓവർകം ചെയ്യുന്നതാണ്, പഞ്ചേന്ദ്രിയങ്ങൾ. ഇന്നലെ വരെ ഞാൻ ആഗ്രഹിച്ച എല്ലാം നടക്കും, എന്താണോ കുറച്ച് കാലമായിട്ടില്ല എന്ന് പറയുന്നത്, നമ്മൾ വീണ്ടും താഴെ ലോ വൈബ്രേഷനിലേക്ക് പോകും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മാമിനെ ഞാൻ ഇന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു, ഞാൻ എവിടെയും സെർച്ച് ചെയ്യുമ്പോൾ മാമിന്റെ പ്രൊഫൈല് കാണുന്നു, എനിക്ക് ഇൻട്രസ്റ്റഡ് ആവുന്നു, ഞാൻ ഫോൺ വിളിക്കുന്നു. ഇത് പ്രീ ഡെസ്റ്റൈൻഡ് ആണെങ്കിൽ ഇത് മാമിന് മുന്നേ അറിയാൻ സാധിക്കുമായിരുന്നോ? മേ ബി ഇങ്ങനെ സംഭവിക്കുമായിരിക്കാം, അതിനുള്ള ഇൻഡ്യൂഷൻസ് കിട്ടാറുണ്ടോ? ടു ബി ഫ്രാങ്ക്, ഈ ഒരു മീഡിയയുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ എനിക്ക് നേരത്തെ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ഹൗ. എൻ്റെ മുന്നിലേക്ക് അത് ഉള്ളതുകൊണ്ടായിരിക്കാം, ഞാൻ സെർച്ച് ചെയ്തിട്ടല്ല എനിക്കിത് വന്നത്. അല്ല, എൻ്റെ മുന്നിലേക്ക് യൂണിവേഴ്സായിട്ട് ഈ എനർജി ഓപ്പൺ ആയി. കാരണം എൻ്റെ എനർജിയും ശില്പയുടെ എനർജിയും എവിടെയൊക്കെയോ കണക്റ്റഡ് ആയി. ആ ഒരു കറക്റ്റ് സമയം വന്നപ്പോൾ നമ്മൾ റിയാലിറ്റിയിൽ കണക്റ്റഡ് ആയി എന്നുള്ളതേ, ഫിസിക്കലി കണക്റ്റഡ് ആയി എന്നുള്ളതേ. ആദ്യം എനർജറ്റിക്കലി ആണ് കണക്റ്റഡ് ആയത്. ഇപ്പോൾ നമ്മൾ ഈ പ്രീ ഡെസ്റ്റിനി എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മളിപ്പോൾ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടി മുൻപ് എഴുതപ്പെട്ടതാണ്, അല്ലെങ്കിൽ മുന്നേ തീരുമാനിക്കപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ പൂജകൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയും, ജാതകമൊക്കെ നോക്കുമ്പോൾ അവർ നമ്മളോട് പറയും 35 വയസ്സ് മുതൽ 40 വയസ്സ് വരെ വാഹനാപകടം ഉണ്ടാവും എന്നുള്ള സാധ്യതകൾ ഉണ്ടെന്ന് പറയും. അപ്പൊ അത് ഡെസ്റ്റിനിയിൽ എഴുതിയിട്ടുണ്ട്, 35ാമത്തെ വയസ്സിൽ ശില്പയ്ക്ക് വാഹനാപകടം ഉണ്ടാവണം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് അവിടെ അമ്പലത്തിൽ പോയിട്ടും പൂജ ചെയ്തിട്ടും അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അത് ഓൾറെഡി എഴുതപ്പെട്ടതില്ല, എന്തായാലും നടക്കില്ലേ. പിന്നെ എന്തിനാണ് ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നത്? മാറ്റാൻ പറ്റില്ലല്ലോ. ഈ പ്രീ ഡെസ്റ്റൈൻഡ് ആണെന്ന് പറയുമ്പോഴും നമുക്ക് ഫ്രീ വില്ല് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഡെസ്റ്റിനിയിൽ കുറച്ച് പേജസ് ബ്ലാങ്ക് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്നല്ല പറയുന്നത്. അത് വീണ്ടും പറയാം, നമ്മൾ ഈ കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എന്തിനാണ്? 100% വരാനുള്ളതിനെ നമ്മൾ ഒരു 5% നടന്നു. അത് നടന്നു. വാഹനാപകടത്തിന് യോഗമുള്ളവൻ എന്ത് ചെയ്യും? അവനൊരു ബസ് ഇടിച്ച് മരിക്കുന്നതിലും ഭേദമാണ് അവനൊരു സൈക്കിളിൽ നിന്ന് വീഴുന്നത്, അല്ലേ? അപ്പം നമ്മളുടെ പ്രാർത്ഥനകളും പൂജകളും എന്തിലേക്കാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്? നമ്മളുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ കർമ്മ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതിലേക്കാണ്. അവിടെ ആ പോസിറ്റീവ് എനർജി നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പം നമുക്കത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിനൊരു ആഘാതം കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ട്രാൻസ് സിനിമയില് നമ്മൾ കാണാറുണ്ട്, ഫഹദ് ഫാസിൽ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ഐ ആം പവർഫുൾ, ഐ ആം സ്ട്രോങ്. അത് അദ്ദേഹം വളരെ എന്താ പറയുക, ഭയങ്കര സ്ട്രോങ് ആയിട്ട് അദ്ദേഹം അത് പറഞ്ഞ് നേരെ വളരെ ഊർജിതനായി ഓടിപ്പോകുന്ന ഒരു സീനുണ്ട്. അതുപോലെ നമ്മൾ ഈ മിററിന്റെ മുന്നിൽ നിന്നിട്ട് നമുക്ക് പറയാനുള്ളത് പറയുന്നത്, അല്ലെങ്കിൽ സെൽഫായിട്ട് ചില ആൾക്കാർ പറയും, എഴുതാൻ പറയും. ചില നമ്മൾ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് പോകുമ്പോൾ അവർ നമുക്ക് തരുന്ന ഒരു ട്രെയിനിങ് ആണ് എന്ത് വേണം എന്നുള്ളത് എഴുതാൻ. റിപ്പീറ്റഡ്ലി നമ്മൾ എഴുതി വെക്കും. അത് ഇതൊക്കെ ഈ മാനിഫെസ്റ്റേഷന്റെ ഭാഗമാണോ? മാനിഫെസ്റ്റേഷൻ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇത് പലർക്കും പലതാ വർക്ക് ചെയ്യുക. ഇപ്പം എനിക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കില്ല ശില്പയ്ക്ക് വർക്ക് ചെയ്യുന്നത്. ശില്പയ്ക്ക് ചിലപ്പം ജേർണലിംഗ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. എനിക്ക് ചിലപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കണ്ണടച്ചിരുന്ന് വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും എനിക്ക് വർക്കൗട്ട് ആവുക. ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിന് ഏത് വഴിയും സെലക്ട് ചെയ്യാം. മിറർ നോക്കിയുള്ള സംസാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ തന്നെ റിഫ്ലക്ഷനെ നമ്മൾ കണ്ടുകൊണ്ട് അതിനെ നമ്മൾ വിശ്വസിപ്പിക്കുകയാണ്. നീ ഇതല്ല, നീ ഇനി ആവാൻ പോകുന്നതാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾക്ക് വേണ്ട നമ്മളെ നമ്മൾ ജനറേറ്റ് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാണ്, അല്ലേ? നമ്മൾ ജനിച്ചു എപ്പോഴോ, പക്ഷെ ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു പവർ യൂണിവേഴ്സ് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട നിങ്ങളെ ജനിപ്പിച്ചോളൂ. അപ്പം എന്താണ്? നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു നിങ്ങളെയാണ് വേണ്ടത്. മിറർ നോക്കിയിട്ട് പറയാം, യെസ് ഐ എം കോൺഫിഡൻറ്റ്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്ന്. റിപ്പീറ്റഡ് ആയിട്ടുള്ള അഫർമേഷൻസ് നമ്മളെ അതിലേക്ക് വിശ്വാസം ജനിപ്പിക്കും.
ഇപ്പം എനിക്കൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു വീട് വേണം, ഒരു ബംഗ്ലോ വേണം എന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം അതിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് ഇപ്പം ഇല്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുകയാണ് ഇത് നടക്കും എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ തോട്ട് വന്നത് എവിടെ നിന്നാണ്? ഇതിന് യോഗം ഉള്ളതുകൊണ്ടാണ് ഈ ആഗ്രഹം മനസ്സിൽ ജനിച്ചത്. അതിന് സമയം എടുത്തു. പക്ഷെ ഈ സമയം ചിലപ്പോൾ 2 വർഷത്തിനുള്ളിലായിരിക്കും. 2 വർഷം ആവുമ്പോൾ ആലോചിച്ചാൽ പോരാ. ഇപ്പോൾ ആഗ്രഹം മനസ്സിൽ വന്നു, നമ്മൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യണം റിയാലിറ്റിയിൽ. അതിനുള്ള മെൻ്റൽ പവർ ആദ്യം ആർജിച്ചെടുക്കണം, അതിന് വിശ്വാസം ആർജിച്ചെടുക്കണം. ഇതൊരു സീക്വൻസ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ നിങ്ങൾക്കൊരു യോഗമുണ്ട്, സ്വിച്ച് ഇട്ട പോലെ ഇന്ന് യോഗമുണ്ട് അല്ല. ഈവൻ നമുക്കൊരു ലോട്ടറി വിൻ ചെയ്യുന്ന ആൾക്കാർ, അവന് ലോട്ടറി അടിച്ചു എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഓക്കെ, അത് ഉറങ്ങി എണീക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ അറിയുന്നു ഒന്നും ചെയ്തില്ല, പെട്ടെന്നാണ്. പക്ഷെ ഇവൻ എവിടുന്നാണ് ഈ ഭാഗ്യം വന്നിട്ടുള്ളത്? ഇത് ഇവൻ്റെ പാസ്റ്റ് ലൈഫിൽ ഇവൻ ചെയ്തിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ റിസൾട്ട്, പ്രയത്നത്തിൻ്റെ റിസൾട്ട്, ആകെത്തുക. ഇവൻ ഇത് അന്ന് കിട്ടിയില്ല, അന്ന് ആ ജന്മത്തിൽ കിട്ടിയില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഇവന് റിസൾട്ട് കിട്ടണ്ടേ? അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒന്നും ചെയ്യാതെ അവന് ലോട്ടറി വരുന്നു. പക്ഷെ ഇവൻ്റെ ഭാഗ്യമാണ്. അത് നമുക്ക് ജാതകം നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ടാറോ കാർഡ് നോക്കുമ്പം വ്യാഴത്തിൻ്റെ എനർജിയൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഈ യോഗമുണ്ട്. അപ്പം ഇത് ഡിലേ വരാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിലേക്ക് ടാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ അഫർമേഷൻസ്, ജേർണലിങ്ങോ മിററിങ് ടെക്നിക്സോ പലതും പ്രയോഗിക്കും. ഈ പണ്ട് കുട്ടിക്കാലത്തൊക്കെ അമ്മ പറയുന്നു കണ്ണാടി നോക്കി വർത്താനം പറയരുതെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അതെ, അതൊരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇവർ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അതെ. അപ്പം നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വേഗത്തിൽ ആ നെഗറ്റിവിറ്റി മനസ്സിൽ കയറുന്നത് കൊണ്ടായിരിക്കണം അങ്ങനെ പറയുന്നത്. ലോജിക്കലി എല്ലാത്തിനും ഒരു ഉത്തരം ഉണ്ടല്ലോ. നമ്മളൊരു എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാം, മാനിഫെസ്റ്റേഷനിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? ഓക്കെ, മാനിഫെസ്റ്റേഷനിൽ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള നമ്പർ 1 കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്, നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ മണി മാനിഫെസ്റ്റേഷനാണ് ഒരാൾ ചെയ്യുന്നത്. അപ്പോൾ അവനൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലായിരിക്കുമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ അടുത്ത് മാനിഫെസ്റ്റ് ചെയ്യാണ്, എൻ്റെ കടങ്ങൾ തീർക്കാൻ സഹായിക്കണേ. യൂണിവേഴ്സ് കേൾക്കുന്നത് കടം എന്നാണ്, കൂടുതൽ കടം കൊണ്ടുതരും. അപ്പം മാനിഫെസ്റ്റേഷൻസ് മെജോറിറ്റി ആൾക്കാർക്കും തെറ്റിപ്പോകുന്നതിൻ്റെ റീസൺ ഇതാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പേ പറഞ്ഞതുപോലെ എനിക്ക് വരുന്ന ഫിനാൻസിന് യൂണിവേഴ്സിൻ്റെ അടുത്ത് താങ്ക്സ് ആണ് പറയേണ്ടത്. എനിക്ക് ഇത്ര പൈസ തന്നതിന് നന്ദി, അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് നന്ദി എന്നാണ് പറയേണ്ടത്, നമ്മുടെ നഷ്ടങ്ങളെ കുറിച്ചല്ല. അപ്പൊ വീണ്ടും അതാ ഞാൻ പറഞ്ഞത്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു അടിമയായിട്ട് വേണമെങ്കിലും നമുക്ക് കാണാം. പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് ചെയ്യും. നമ്മൾ കടം എന്ന് പറഞ്ഞാൽ അത് കടം ഉണ്ടാക്കും, അട്രാക്ട് ചെയ്ത് തരും. കാര്യം നമ്മൾക്ക് വേണ്ടത് എന്തും അട്രാക്ട് ചെയ്ത് തരാനും ഇരിക്കുകയാണ് സബ് കോൺഷ്യസ് മൈൻഡ്. യൂണിവേഴ്സ് നമുക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് വേണ്ടി എല്ലാ ബ്ലെസ്സിങ്സും തരാനാണ്. പക്ഷെ ഇത് നമ്മൾ റിസീവ് ചെയ്യുന്ന രീതിയും നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയും ഭയങ്കര ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് വരും. അപ്പം ഇതിൻ്റെ എല്ലാ അടിസ്ഥാനപരമായ കാര്യം അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഞാനും ഈശ്വരനും ഒന്നാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്, തത്വമസി എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇതിൻ്റെ ഒരു അങ്ങേ തലം എന്ന് പറയുന്നത് നമ്മളൊരു 5 ഡയമെൻഷണൽ സ്പിരിച്വൽ സ്പേസിലേക്ക് എത്തുക. ഈവൻ ഈ 4 ഡയമെൻഷനിൽ ജീവിക്കുമ്പോഴും അത് വളരെ ബുദ്ധിമുട്ടാണ്, എല്ലാ വ്യക്തികൾക്കും എത്തണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ 18 പടികൾ കടക്കുന്നത് പോലെയാണ്. 18 പടി കടന്ന് മുകളിൽ സന്നിധാനത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞാനും അയ്യനും ഒന്നാണ് അല്ലേ, താതാത്മ്യപ്പെടുകയാണ്. അത് നമ്മൾക്ക് അവയർനെസ്സിലൂടെ സാധിച്ചെടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ ആദ്യത്തെ 5 പടികൾ നമ്മളുടെ 5 സെൻസസ് അതിനെ ഓവർകം ചെയ്യുന്നതാണ്. പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണുകൊണ്ട് കാണുന്നത്, വാഗൊണ്ട് രുചിക്കുന്നത്, മണക്കുന്നത്, കണ്ണ്, മൂക്ക്, വായ, സ്കിൻ ടച്ച് ചെയ്യുന്നത്, തൊട്ടറിയുന്നത്, കേൾക്കുന്നത്, ഇതിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മളുടെ എനർജിയെ
എന്താ പറയുക, ലിമിറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയും. അവിടെ ഒരു 6th സെൻസ് ഉണ്ട്. അതിനുശേഷം നമ്മളുടെ ഉള്ളിലെ നെഗറ്റീവ് ഇമോഷൻസ്, കാമ, ക്രോധ, ലോഭ, മോഹ, മാത്സര്യ, മത മാത്സര്യ, ഇതെല്ലാം മാറ്റിയെടുക്കുക. അതായത് ഡിസയർ, പിന്നെ അറ്റാച്ച്മെൻറ്റ്സ്, മോഹം, ഇതെല്ലാം നമ്മൾ, ആങ്കർ, ജലസി, ഇതെല്ലാം മാറ്റിയെടുക്കുക. അതാണ് അടുത്ത 8 പടികൾ. പിന്നെ വരുന്നത് നമ്മൾക്ക് 3 ഗുണങ്ങൾ, സാത്വികം, രാജസികം, താമസികം ഗുണങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതും കടന്നിട്ടാണ് വിദ്യയും അവിദ്യയും, അതായത് നോളജ് ആൻഡ് ഇഗ്നോറൻസ് ഓഫ് നോളജ്. അറിവില്ലായ്മയും മറികടക്കണം, അറിവിനെയും മറികടക്കണം. അറിവെന്താണ്? പരിമിതമായ അറിവിനെയും മറികടക്കണം. നമ്മൾ അറിഞ്ഞിട്ടുള്ളത് മാത്രമല്ല അറിവ്, ഇനിയും ബ്രഹ്മാണ്ടത്തിൽ അറിയാനുണ്ട് ഒരുപാട് കാര്യം. നമ്മളൊരു സ്റ്റുഡൻ്റ് ആണെന്നാണല്ലോ പറഞ്ഞത്. അതെ അതെ അതെ, അത് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഈ ഒരു പ്രോസസ്സ് നമ്മൾ 18 പടികളെ ആസ്പദമാക്കി പറയുമ്പോൾ ശരിക്കും ഒരാൾ ഹീല് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏകദേശം കുറച്ച് വശമൊക്കെ കടക്കുമ്പോഴാണ് അവന് മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ടാകുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ബൂമറാങ് പോലെയാണ് ഈ എനർജി പോണത്. നമ്മൾ ഇതെല്ലാം ഒന്ന് ഹീൽഡായി ഓക്കെ, എനർജി ഒന്ന് ഓക്കെ ആയി വരും. ആ ഒരു സമയത്ത് ഇവൻ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ കൺസിസ്റ്റൻസി ചിലപ്പം കുറയുന്നുണ്ടാവാം ഇവൻ എനർജി പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. മേ ബി മെഡിറ്റേഷൻ ചെയ്യുന്നത് നിർത്തിയിട്ടുണ്ടാകും. നമുക്ക് എല്ലാവർക്കും തിരക്കുള്ളവരാണ്, പല പ്രാക്ടീസസുകൾ നിർത്തിയിട്ടുണ്ടായിരിക്കാം. ഇനി പല പ്രാക്ടീസുകളും ഉണ്ടെങ്കിൽ പോലും നെഗറ്റീവായിട്ടുള്ള എനർജികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് സംഭവിക്കാം. അതേത് സമയത്ത് സംഭവിക്കാം. അതുവഴി എന്ത് ചെയ്യും? വീണ്ടും ലോ വൈബ്രേഷനിലേക്ക് പോകും. വീണ്ടും അവിടെ നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഹയർ വൈബ്രേഷനിലേക്ക് പോകും. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു 4 ഡയമെൻഷണൽ സ്പേസിൽ നിന്നും നമ്മളൊരു 5Dയിലേക്ക് എത്തി. അവിടെ മാനിഫെസ്റ്റേഷൻസ് വർക്കായി. ഇന്നലെ വരെ ഞാൻ ആഗ്രഹിച്ച എല്ലാം നടക്കും, എന്താണോ കുറച്ച് കാലമായിട്ടില്ല എന്ന് പറയുന്നത്, നമ്മൾ വീണ്ടും താഴെ ലോ വൈബ്രേഷനിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഈ 5 ഡയമെൻഷണൽ സ്പേസിൽ എത്തും ത്രൂ പ്രാക്ടീസ്. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ പിന്നെ ഡിറ്റർമൈൻ ചെയ്യുന്ന കുറേ ഫാക്ടർ, നമ്മുടെ സമയം, കർമ്മ നടക്കേണ്ട സമയങ്ങൾ എല്ലാം ഉണ്ട്. ഒത്തൊരുമിച്ച് നടക്കുമ്പോഴാണ് കാര്യങ്ങൾ ഓക്കെ ആയി വരുന്നത്.